ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിനു വഴിമാറുന്നു. ജ്ഞാനം 7:29. അക്ഷരജ്യോതിസായി പരിയാപുരം ഗ്രാമത്തെ പ്രോജ്വലിപ്പിക്കുന്ന പരിയാപുരം ഫാത്തിമ UP സ്കൂൾ ഇന്ന് 75ാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. പള്ളിക്കൊപ്പം പള്ളിക്കൂടമെന്ന ചാവറ പിതാവിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് 1951 കോഴിക്കോട് രൂപതയുടെ കീഴിൽ പുണ്യസ്മരണാർഹനായ റവറന്റ് ഫാദർ കോൺസാൽവോസിന്റെ നേതൃത്വത്തിൽ ഈ വിദ്യാലയം 2 അധ്യാപകരും 157 കുട്ടികളുമായി ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിൽ LP വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് 1953 തലശ്ശേരി രൂപത രൂപീകൃതമായപ്പോൾ അതിന്റെ ഭാഗമായി 1986 വിശുദ്ധ അൽഫോൻസാമ രൂപത മധ്യസ്ഥയായി താമരശ്ശേരി രൂപത സ്ഥാപിക്കപ്പെടുകയും ഈ വിദ്യാലയം താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലേക്ക് മാറുകയും ഇന്ന് 37 അധ്യാപകരും 1000ഓളം വിദ്യാർത്ഥികളുമായി അക്ഷരവെളിച്ചം പകർന്നുകൊണ്ട് ജൈത്രയാത്ര തുടരുന്നു. താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ പിതാവിന്റെ സ്നേഹവും കരുതലും ഈ വിദ്യാലയത്തിന് ഊർജ്ജമാകുന്നു. താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ റവറന്റ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ടിന്റെ വിദ്യാഭ്യാസ ദാർശനികത ഈ വിദ്യാലയത്തിന് വെളിച്ചമാകുന്നു. ഈ വിദ്യാലയത്തിന്റെ കറസ്പോണ്ടന്റ് മാനേജറായ റവറന്റ് ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ പ്രോത്സാഹനവും കരുത്തുമായി വിദ്യാലയത്തോട് ചേർന്ന് നിൽക്കുന്നു. 2025 മാർച്ച് 31 പ്രധാനാധ്യാപികയായിരുന്ന ശ്രീമതി ഷീല ജോസഫ് വിരമിച്ചതിനെ തുടർന്ന് ഏപ്രിൽ 1 ശ്രീമതി അമ്പിളി PA വിദ്യാലയത്തിന്റെ പുതിയ പ്രധാനാധ്യാപികയായി ചാർജ് ഏറ്റെടുത്ത് വിദ്യാലയത്തെ കർമ്മോത്സുകതയോടെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ജൂൺ 2 പഞ്ചായത്ത് തല പ്രവേശനോത്സവ ഉദ്ഘാടനവും പ്ലാറ്റിനം ജൂബിലി പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും റവറന്റ് ഫാദർ ജോർജ് കളപ്പുരയ്ക്കലിന്റെ അധ്യക്ഷതയിൽ നടന്നു. പ്രസ്തുത സമ്മേളനത്തിൽ 2025-26 അധ്യയന വർഷം വിദ്യാലയത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പഠന പ്രവർത്തനങ്ങളും നൂതനാശയ പ്രവർത്തനങ്ങളും അടങ്ങിയ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സയ്യിദ ടീച്ചർ നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീ അനിൽ പുലിപ്ര, പ്രധാനാധ്യാപിക അമ്പിളി ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ ഷാൻഡോ, ശ്രീ സൽമാൻ ഫാരിസ്, ശ്രീമതി വിജിത, ശ്രീമതി ക്ലെമൻസി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. നവാഗതർക്കുള്ള സമ്മാന വിതരണവും നിർവഹിക്കപ്പെട്ടു. പായസത്തിന്റെ മധുരം നുണഞ്ഞ് കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചു. ജൂൺ ആദ്യവാരം തന്നെ SRG യോഗം ചേരുകയും ചുമതലാ വിഭജനവും ക്ലാസ് തല പ്രവർത്തനങ്ങളുടെ ചർച്ചയും സംഘടിപ്പിക്കപ്പെട്ടു. നാളിന്ന് വരെ 20 SRG യോഗങ്ങളും 16 സബ്ജക്ട് കൗൺസിലുകളും 10 സ്റ്റാഫ് മീറ്റിംഗുകളും സംഘടിപ്പിക്കപ്പെട്ടു. ജൂൺ ആദ്യവാരം തന്നെ പ്രീ ടെസ്റ്റുകൾ നടത്തുകയും ക്ലാസ് PTA വിളിച്ചു ചേർക്കുകയും ചെയ്തു. 17/6/2025 നടന്ന PTA ജനറൽ ബോഡിയിൽ ശ്രീ ഷാൻഡോ തകടിയൽ PTA പ്രസിഡന്റായും ശ്രീ നൌഷാദ് PTA വൈസ് പ്രസിഡന്റായും ശ്രീമതി നസ്ലത്ത് MPTA ചെയർപേഴ്സണായും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രഗത്ഭരായ അധ്യാപകരാലും മഹാപ്രതിഭകളായ വിദ്യാർത്ഥികളാലും സമ്പന്നമായ ഫാത്തിമ UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന 75 അക്കാദമിക കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തു. എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു ക്ലബിൽ അംഗമാകത്തക്ക വിധം വിവിധ ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെട്ടു. 75 വ്യത്യസ്ത ഇനം ചെടികൾ നട്ട് ജൂൺ 5 പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടു. സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം പകരുന്ന ബലിപെരുന്നാൾ ദിനാഘോഷത്തിൽ 75 ടീം അണിനിരന്ന മെഹന്തി ഫെസ്റ്റ് നടത്തി. അക്കാദമിക് നിലവാരം പരിശോധിക്കാൻ പ്രധാനാധ്യാപിക ശക്തമായ മോണിറ്ററിംഗ് എല്ലാ ക്ലാസുകളിലും നടത്തി. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ക്ലാസുകളുടെ നേതൃത്വത്തിൽ അസംബ്ലികൾ സംഘടിപ്പിക്കപ്പെട്ടു. ജൂൺ 19 വായനാ വാരത്തിന്റെയും വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം കവിയത്രി ശ്രീമതി സുഷമ ബിന്ദു നിർവഹിച്ചു. വിദ്യാലയത്തിന്റെ തനത് പ്രവർത്തനമായ വായനാ വസന്തത്തിന് തുടക്കമായി. വായനക്കൂട, ടൈറ്റിൽ കാർഡ്, പുസ്തക ചർച്ച, അമ്മ വായന, ആസ്വാദന കുറിപ്പുകൾ, ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി പ്രവർത്തനം പുരോഗമിക്കുന്നു. അമ്മമാർക്കായി നടന്ന അമ്മ വായനയിൽ പുസ്തക ആസ്വാദന മത്സരം സംഘടിപ്പിക്കപ്പെട്ടു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജൂൺ 21 ദേശീയ യോഗാ ദിനത്തിൽ ഡോക്ടർ അശ്വതിയുടെ നേതൃത്വത്തിൽ യോഗാ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന നിലവിലുള്ള വോട്ടെടുപ്പ് സമ്പ്രദായങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്താൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ഹിരൺ ദേവ്, സ്കൂൾ അസിസ്റ്റന്റ് ലീഡർ സ്ഥാനത്തേക്ക് ചൈത്ര പ്രഭാതകുമാർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞാ ചടങ്ങും വിജയാഘോഷവും നടന്നു.
വ്യക്തിത്വ വികസന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, ഫ്ലാഷ് മോബ് എന്നീ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. ശ്രീ ആന്റണി ഇയാലിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബഷീർ ദിനം, ചാന്ദ്രദിനം, പ്രേംചന്ദ് ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, അറബിക് ദിനം എന്നീ വിവിധ ദിനങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ വിദ്യാലയം സംഘടിപ്പിച്ചു. അൽഫോൻസ വാരാചരണം വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. ചിത്രരചന, പ്രസംഗ മത്സരം, ക്വിസ്, സൂക്ത മത്സരം എന്നിവ സംഘടിപ്പിച്ചു. മാലാപ്പറമ്പ് കാരുണ്യ സദൻ അഗതി മന്ദിരം സന്ദർശിച്ച് സാമ്പത്തിക സഹായവും മധുരപലഹാര വിതരണവും നടത്തി. അന്നേ ദിവസം സ്പെഷ്യൽ അസംബ്ലിയും ഉണ്ടായിരുന്നു. ശാസ്ത്ര കൗതുകങ്ങളുടെയും നിർമ്മാണ വൈദഗ്ധ്യങ്ങളുടെയും സർഗാത്മക കഴിവുകളുടെയും പ്രകടനമായിരുന്നു ഓരോ ദിനാചരണങ്ങളും. ഓഗസ്റ്റ് 12, 13 തീയതികളിൽ നടന്ന ആർട്സ് ബി 2K25 സ്കൂൾ കലാമേള പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ ഹിഷാം ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 25, 26 തീയതികളിൽ സ്കൂൾ തല ശാസ്ത്രമേള സംഘടിപ്പിക്കപ്പെട്ടു. സെപ്റ്റംബർ 23, 24 തീയതികളിൽ നടന്ന എസ്പെറേറ്റ് സ്കൂൾ തല കായികമേള ശ്രീ ഫിറോസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. മിന്നും താരങ്ങളുടെ പ്രകടന മികവുകളുമായി കുട്ടികൾ സബ് ജില്ലാ മേളകൾക്കൊരുങ്ങി. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ദേശഭക്തിഗാന മത്സരം, ദേശാഭിമാനികളെ പരിചയപ്പെടുത്തൽ, സ്വാതന്ത്ര്യദിന സന്ദേശരചന തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി. 22/8/2025 നടന്ന ഈ വർഷത്തെ ഓണാഘോഷം തകൃതം 2K25 എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. അധ്യാപകരും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 10 ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് സംഘടിപ്പിച്ച ഫീൽഡ് ട്രിപ്പ് വാതിൽപ്പുറ പഠനത്തിന് വഴിതെളിച്ചു. നവംബർ 14 ശിശുദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. 75 ചാച്ചാച്ചിമാർ അണിനിരുന്ന ശിശുദിന റാലി ശ്രദ്ധേയമായി. നന്മയുടെ സന്ദേശമെഴുതിയ വർണ്ണ ബലൂണുകൾ പറത്തി ആ ദിനം മനോഹരമായി. പഠനത്തോടൊപ്പം മാനസിക ഉല്ലാസം ലക്ഷ്യമാക്കി 1, 2, 3 ക്ലാസ്സുകാർക്കായി വളാഞ്ചേരി ഫ്ലോറ ഫാന്റസിയിലേക്കും 4, 5, 6 ക്ലാസ്സുകൾക്കായി മലമ്പുഴ ഫാന്റസി പാർക്കിലേക്കും 7ാം ക്ലാസ്സുകാർക്കായി വയനാട് വൈത്തിരി പാർക്കിലേക്കും യാത്രകൾ നടത്തി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഈ വർഷത്തെ ക്രിസ്മസ് സമുചിതമായി ആഘോഷിച്ചു. 75 ക്രിസ്മസ് പപ്പാമാരോടൊപ്പം ക്രിസ്മസ് കരോളും പുൽക്കൂട് നിർമ്മാണവും കേക്ക് വിതരണവും ദിനത്തെ ഏറെ ധന്യമാക്കി തീർത്തു. ബഹുമാനപ്പെട്ട AEO വിദ്യാലയം 2 പ്രാവശ്യം സന്ദർശിക്കുകയും അധ്യാപകരോടും കുട്ടികളോടുമൊപ്പം സമയം ചെലവഴിക്കുകയും അക്കാദമിക മികവുകൾ വിലയിരുത്തുകയും ചെയ്തു. 29/9/2025 പോഷാക്ടിന്റെ ആഭിമുഖ്യത്തിൽ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ സോഷ്യൽ ഓഡിറ്റിൽ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് പ്രശംസയ്ക്ക് അർഹമായി. ഈ വർഷം ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോഷകസമൃദ്ധവും സ്വാദിഷ്ടവുമായ 3 കറികളോടുകൂടിയ ഉച്ചഭക്ഷണം നൽകി വരുന്നു. ആഴ്ചയിൽ സ്പെഷ്യൽ ഫുഡ് വിതരണവും 2 ദിവസം ബൂസ്റ്റ് പാലും 1 ദിവസം മുട്ടയും നൽകി വരുന്നു എന്നത് അഭിനന്ദനാർഹമായി. 2024-25 അധ്യയന വർഷത്തെ മികവുകളിലൂടെ ഒരു യാത്ര. 2024-25 അധ്യയന വർഷം 13 LSSും 20 USSും നേടി വിദ്യാലയം ചരിത്ര വിജയത്തിലേക്ക് കുതിച്ചു. വിജയികൾക്കായി നടന്ന വിജയാരവം അനുമോദന ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തിയ വായനാ ക്വിസിൽ UP വിഭാഗം വേദിക പ്രഭാത് കുമാർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒക്ടോബർ 8, 9 തീയതികളിൽ നടന്ന പഞ്ചായത്ത് തല കലാമേളയിൽ LP അറബിക് വിഭാഗത്തിൽ ഓവറോൾ 1ാം സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനവും വിദ്യാലയം കരസ്ഥമാക്കി. ഈ വർഷത്തെ മങ്കട ഉപജില്ലാ കലാമേളയിൽ UP ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും LP അറബിക് കലാമേളയിലും ഓവറോൾ ട്രിപ്പിൾ കിരീടം ചൂടി ഫാത്തിമ UP സ്കൂൾ സബ് ജില്ലയിലെ മിന്നും താരങ്ങളായി മാറി. മലപ്പുറം ജില്ലാതല കലാമേളയിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് സ്വന്തമാക്കി. തമിഴ് പദ്യം ചൊല്ലലിൽ ദീപിക O 2ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാ സംസ്കൃതോത്സവത്തിൽ ഉപന്യാസ രചനയിൽ ചൈത്ര പ്രഭാത് കുമാർ 1ാം സ്ഥാനവും സിദ്ധരൂപോച്ചാരണത്തിൽ അനിരുദ്ധ് S 3ാം സ്ഥാനവും ലഭിച്ചു. സംസ്കൃതം സംഘഗാനത്തിന് 1ാം സ്ഥാനവും ലഭിച്ചു. ഒക്ടോബർ 21 മുതൽ നടന്ന മങ്കട ഉപജില്ലാതല UP പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും IT, ഗണിതം, സാമൂഹിക ശാസ്ത്രം എന്നീ വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനവും വിദ്യാലയം സ്വന്തമാക്കി. മങ്കട സബ് ജില്ലാ LP വിഭാഗം കായികമേളയിൽ LP കിഡീസ് ലോങ് ജമ്പിൽ അയന VS 1ാം സ്ഥാനം കരസ്ഥമാക്കി. മങ്കട സബ് ജില്ലാ UP വിഭാഗം കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം ഹൈജമ്പിൽ ലയോണ വിനോജ് 1ാം സ്ഥാനവും ക്രിസ്റ്റീസ് തോമസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 80 മീറ്റർ ഹഡിൽസിൽ ഏബൽ ടോം ഷാജൻ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. സബ് ജില്ലാ സബ് ജൂനിയർ ബോയ്സ് ഖോഖോ മത്സരത്തിൽ 3ാം സ്ഥാനം നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി. ദീപിക ചിൽഡ്രൻസ് ലീഗ് സംഘടിപ്പിച്ച കളറിംഗ് മത്സരത്തിൽ സ്കൂൾ തലത്തിൽ ഏഞ്ചലീന ജെറിൻ, സൃഷ്ടി വിശ്വകർമ്മ, അഭിരാമി MK എന്നിവർ സമ്മാനാർഹരായി.
DCL സ്കോളർഷിപ്പ് പരീക്ഷയിൽ ജേക്കബ് മാത്യു ക്യാഷ് അവാർഡ് വിന്നറായി. മലയാള മനോരമ അഖില കേരള ബാലജനസഖ്യം സംഘടിപ്പിച്ച PC അലക്സാണ്ടർ മെമ്മോറിയൽ സംസ്ഥാനതല പ്രസംഗ മത്സരത്തിൽ P. ലിയാന മെഹബിൻ 3ാം സ്ഥാനം നേടിക്കൊണ്ട് 5000 രൂപയും പ്രശസ്തി പത്രവും കരസ്ഥമാക്കി. ബാലജനസഖ്യം സംസ്ഥാന സർഗോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ ആഷ്മിക M 3ാം സ്ഥാനത്തിന് അർഹയായി. ഈ വർഷം നടന്ന സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ 13 പേർ വിജയം നേടി. സബ് ജില്ലാ സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ മത്സരത്തിൽ 3ാം സ്ഥാനം നമ്മുടെ വിദ്യാലയം സ്വന്തമാക്കി. ടാറ്റ ബിൽഡിംഗ് ഇന്ത്യ സംഘടിപ്പിച്ച സ്കൂൾ എസ്സേ കോമ്പറ്റീഷനിൽ നിദ ഫാത്തിമ 1ാം സ്ഥാനവും ചൈത്ര പ്രഭാത് കുമാർ 2ാം സ്ഥാനവും ഷഹുമ ഷെറിൻ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഉച്ചയ്ക്കും മറ്റു ഒഴിവു സമയങ്ങളിലും പഠനത്തിൽ കൂടുതൽ സഹായം ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അധ്യാപകർ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. LSS USS പരീക്ഷയ്ക്കുള്ള പ്രത്യേക പരിശീലനങ്ങളും ഈവനിംഗ് ക്ലാസുകളും വിദ്യാലയം നടത്തിവരുന്നു. ന്യൂ മാത്സ് സ്റ്റെപ്സ് പരീക്ഷയ്ക്കായുള്ള പ്രത്യേക പരിശീലനങ്ങളും വിദ്യാലയത്തിൽ നടക്കുന്നു. ഗണിത പഠനത്തിൽ കൂടുതൽ താൽപ്പര്യം ജനിപ്പിക്കാനായി അബാക്കസ് ട്രെയിനിംഗ് വിദ്യാലയത്തിൽ നടക്കുന്നു. കായികശേഷി വികസനത്തിനായുള്ള പ്രത്യേക കായിക പരിശീലനങ്ങൾ, കരാട്ടെ ക്ലാസ് എന്നിവയെല്ലാം നടന്നുവരുന്നു. കുട്ടികളിൽ സാമൂഹിക ബോധം, അച്ചടക്കം, ദേശസ്നേഹം എന്നീ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വിദ്യാലയത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ 3 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ വിദ്യാലയം സന്ദർശിക്കുകയും ഹെൽത്ത് സ്ക്രീനിംഗ് നടത്തുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ രഞ്ജിത്ത് സാർ കുട്ടികൾക്ക് പേവിഷബാധ പ്രതിരോധത്തെപ്പറ്റി ക്ലാസ് നയിച്ചു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാലിന്യമുക്ത വിദ്യാലയം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ സ്കൂൾ തല ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടന്നുവരുന്നു. പ്രകൃതി സ്നേഹവും കൃഷിയോടുള്ള ആഭിമുഖ്യവും വളർത്തിയെടുക്കാനായി മനോഹരമായ ഒരു ജൈവ വൈവിധ്യ പാർക്ക് കുട്ടികളുടെ പങ്കാളിത്തത്തോടെ സംരക്ഷിച്ചു പോരുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ സഹോദര സ്ഥാപനമായ ഫാത്തിമ നഴ്സറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ചിൽഡ്രൻസ് പാർക്ക് മാർ റെമീജിയസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു എന്നത് ഏറെ ശ്രദ്ധേയമായി. 8/11/2025 നടന്ന ഒരിക്കൽ കൂടി എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമ അസോസിയേഷൻ രൂപീകരണത്തിൽ ശ്രീ ജോസി വർഗീസ് പ്രസിഡന്റും ബിജു കൊല്ലറേട്ട് മറ്റത്തിൽ സെക്രട്ടറിയും ശ്രീ ജോയ്സി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ സ്നേഹം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പോക്സ് ഓഫ് ലവ്, വിദ്യാലയ പ്രവർത്തനങ്ങളെ കൂട്ടിയിണക്കിയ ഫിയസ്റ്റ 26, FUPS ബ്ലോഗ്, പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന സുവനീർ നിനവ്, 1ാം ക്ലാസ് 1ാം തരമായി തീർന്നതിന്റെ തെളിവുമായി കുഞ്ഞെഴുത്തുകൾ എന്നിവ തയ്യാറായി കഴിഞ്ഞു. ഈ വിദ്യാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ഖല പ്ലാറ്റിനോ 2K26ന്റെ സമാപന വേളയിൽ വിദ്യാലയത്തിന്റെ വിജയത്തിനായി കൂടെ നിൽക്കുന്ന മാനേജ്മെന്റിനെയും PTA കമ്മിറ്റിയെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വാധ്യാപകരെയും നല്ലവരായ നാട്ടുകാരെയും നന്ദിയോടെ ഓർക്കുന്നു. വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ശക്തമായ നേതൃത്വവും അതിനു പിന്നിൽ ആത്മാർത്ഥതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി അണിനിരക്കുന്ന അധ്യാപകരും വിദ്യാലയത്തിന്റെ വിജയമാണെന്ന് ഈ നിമിഷം ഓർക്കുന്നു. ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗവാക്കുകളായ എല്ലാവർക്കും സർവേശ്വരനായ ദൈവത്തിനും ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ആദരവോടെ പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി.